സതീശൻ മുഖ്യമന്ത്രിയാകരുത് എന്ന് അത്യന്തം ആഗ്രഹിച്ചയാളാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. ആ ആഗ്രഹം നടന്നില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VDS എത്തി. പക്ഷേ രണ്ടുപേരും തമ്മിലുള്ള മഞ്ഞുരുങ്ങിയില്ല. സാധാരണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പെരുന്നയും തമ്മിൽ ഊഷ്മളമായ ബന്ധമാണ്. ഇത്തവണ ബന്ധം പോയിട്ട് കാണാൻ പോലും കൂട്ടാക്കിയിട്ടില്ല VD സതീശൻ. 2 തവണ കാണാൻ സമയം ചോദിച്ചു. പക്ഷേ സതീശൻ സമയം കൊടുത്തില്ല എന്നാണ് സുകുമാരൻ നായരുടെ പരാതി. ബജറ്റിന്റെ തിരക്കിലായതുകൊണ്ടാണെന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. അദ്ദേഹം വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു. വളരെ കോടിയലായിട്ട് സംസാരിച്ചു. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് കാണാം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞവർക്ക് കാണാമെന്ന് പറഞ്ഞു. കാണാമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ ഫോണിൽ കൂടി പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ആഴ്ച ഞാൻ ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസമാണ്. ഞാൻ ഇവിടുന്ന് എങ്ങും പോയിട്ടില്ലല്ലോ, ഫുൾ ടൈം ഞാൻ നിൽക്കുകയാണ്. പക്ഷെ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെയാണെന്ന് തോന്നുന്നു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നിങ്ങൾ വാർത്ത, എനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞാണോ പറഞ്ഞില്ല എന്നറിയില്ല, ഒരു യോഗത്തിൽ ഞാനിങ്ങനെ ഇത് കൊടുത്തില്ല എന്നും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞായിട്ട് ഞാൻ കണ്ടില്ല, വാർത്ത വരുന്നത് ഞാൻ കണ്ടു. ഇനി സതീശനെ കാണാനില്ല എന്നാണ് സുകുമാരൻ നായരുടെ നിലപാട്. VD സതീശൻ പറഞ്ഞത് പച്ചക്കള്ളമെന്നും പറയുന്നു NSS ജനറൽ സെക്രട്ടറി. അത് പച്ചക്കള്ളമാണ് പറഞ്ഞു. അനുമതി കൊടുത്തത് ഇതാണ്. ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞു എറണാകുളത്ത് വന്നാൽ കാണാം, എറണാകുളത്ത് ചെന്ന് കാണേണ്ടതല്ല എന്ന് ഞാൻ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറയുകയും ചെയ്തു. എന്നാൽ ഞാൻ പറയാം എന്ന് മന്ത്രിയോട് ചോദിച്ചിട്ട് പറയാം എന്ന് അയാൾ പറഞ്ഞതിന് ശേഷം മന്ത്രിയും വിളിച്ചിട്ടില്ല, അയാളും വിളിച്ചിട്ടില്ല. നമുക്ക് എന്താ എപ്പോഴാണ് സൗകര്യം, ഞാൻ ബഡ്ജറ്റിൻ്റെ തിരക്കിലാണ്, ഇതൊക്കെ പറയാമല്ലോ. അതൊന്നും പറഞ്ഞില്ല, വേറും കള്ളത്തിലാണ് പറയുന്നത്, ബാക്കിയല്ല. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ പുകഴ്ത്താനും ഇന്ന് ജി സുകുമാരൻ നായർ മറന്നില്ല. നമുക്ക് അല്പം ഒന്ന് പിറകോട്ട് പോകാം. തെരഞ്ഞെടുപ്പ് കാലത്ത് VD സതീശനെ തോൽപ്പിക്കാൻ, VD സതീശനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ പഠിച്ച പണി 18 നോക്കിയിരുന്നു ജി സുകുമാരൻ നായർ. ആ സംഘടനാ നേതാക്കളെയൊക്കെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞു, അത് ഞങ്ങളുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല, അത് പോകത്തുമില്ല. അവരൊക്കെ സൗകര്യം പോലെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അവർ വർഗീയത കാണിക്കുകയും അതിന് വേണ്ടതായ കരുക്കൾ ഇണക്കുകയും ചെയ്തിട്ട് ഈ ഞങ്ങളുടെ സ്ലോഗൻ ഇതാണ്, വർഗീയത 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 എന്നറിയും. അവർ ഞങ്ങളുടെ ഇങ്ങോട്ട് അപ്പുറത്തും ഇപ്പുറത്തുമായി അതിന് ഞങ്ങൾ അങ്ങനെ വരാനായില്ല.